ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കാൻ പോണത്. ഹിസ്റ്ററിയിലെ നെക്സ്റ്റ് ചാപ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ. ഒന്നാം ലോക മഹായുദ്ധവും റഷ്യൻ വിപ്ലവവും. ദ വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒന്നാം ലോക മഹായുദ്ധത്തിനെ കുറിച്ചിട്ടും റഷ്യൻ വിപ്ലവത്തെ കുറിച്ചിട്ടാണ് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാം ലോക മഹായുദ്ധത്തിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ നമുക്കറിയാം 1914 മുതൽ 18 വരെ 4 വർഷത്തോളമാണ് ഒന്നാം ലോക മഹായുദ്ധം നീണ്ടു നിന്നിരുന്നത്. അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലോക ജനത മുഴുവനും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ പങ്കെടുത്തിട്ടുള്ളൊരു യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കതിൻ്റെ കാരണങ്ങൾ? തുടക്കത്തിൽ യൂറോപ്പിൽ മാത്രം നിന്നിരുന്ന യുദ്ധം പിന്നീട് എന്താണ് ലോകമൊട്ടാകെ വ്യാപിക്കുകയായിരുന്നു. അതിനുശേഷം ഒരുപാട് നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നോക്കാം. അപ്പോൾ വർഷം നോക്കാം. 1914 മുതൽ 18 വരെ 4 വർഷത്തോളമാണ് ഒന്നാം ലോക മഹായുദ്ധം നീണ്ടു നിന്നത്. 1914നും 15നും മധ്യയാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. യുദ്ധത്തിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊന്നാമത്തത് കോളനികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ. അപ്പോൾ വലിയ വലിയ രാഷ്ട്രങ്ങൾ അവരുടെ വ്യവസായശാലകൾക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയും അവരുടെ മൂലധനം നിക്ഷേപിക്കാനൊക്കെ വേണ്ടിയിട്ട് അത്ര ശക്തരല്ലാത്ത രാജ്യങ്ങൾ എന്താണ് കോളനികളാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ കോളനികൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അവർ മത്സരിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ എന്താണ് ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടാവാനായിട്ട്, വലിയ വലിയ രാഷ്ട്രങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇതെന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തത് ആക്രമണ സ്വഭാവമുള്ള ദേശീയത. ദേശീയത ഒക്കെ നല്ലതാണ്. എന്താണ് സ്വന്തം രാഷ്ട്രം അല്ലെങ്കിൽ നമുക്കൊരു സ്വന്തം എന്നുള്ളൊരു ഫീലൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എന്താണ് ഇവിടെ വരുന്നത്? എൻ്റെ രാജ്യമാണ് വലുത്. മറ്റുള്ളതൊക്കെ എന്താണ് സ്വന്തം രാജ്യത്തോട് വല്ലാത്തൊരു അഭിനിവേശവും മറ്റുള്ള രാജ്യത്തോട് എന്താണ് ഒരു തരം പുച്ഛമോ അല്ലെങ്കിൽ എന്താണ് അതിനോടൊരു വെറുപ്പ് പോലെയുള്ള ഒരു മനോഭാവം കൂടെ വരുമ്പോൾ എന്താണ് അത് പതുക്കെ മറ്റൊരു രീതിയിലേക്ക് പോവും. ഇതും എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ളൊരു കാരണമായിരുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സൈനിക സഖ്യങ്ങളാണ്. ചെറിയ ചെറിയ രീതിയിൽ എന്താണ് ചെറിയ ചെറിയ ഗ്രൂപ്പിസം വരികയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഗ്രൂപ്പിസം വരികയാണ്. അപ്പോൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫ്രഞ്ച് ആക്രമണങ്ങളിൽ നിന്ന് ജർമ്മനിയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ജർമ്മനി ആസ്ട്രിയയുമായിട്ട് സഖ്യമുണ്ടാക്കി. പിന്നീട് 1882 ഇറ്റലിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി ഇവർ 3 പേരും കൂടെ ഒരു സൈനിക സഖ്യം, അതിനെയാണ് എന്ത് പറയുക ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഗ്രൂപ്പ് ഇട്ടാ ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി. ഇനി ഇപ്പോൾ ജർമ്മനി ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയപ്പോൾ എന്താണ് ഫ്രഞ്ചിനാകെ പേടി, ഫ്രാൻസിനാകെ പേടി. അപ്പോൾ ഫ്രാൻസും റഷ്യയും ഇംഗ്ലണ്ടും കൂടെ 1894 വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതാണ് ത്രികക്ഷി സൗഹാർദ്ദം. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇങ്ങനെ 2 ഗ്രൂപ്പിൻ്റെ കീഴിലായിട്ട് മാറി. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യം എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരുന്നു ത്രികക്ഷി സഖ്യം? ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ റഷ്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇവർക്ക് ഈ 2 ഗ്രൂപ്പിലായി പെടാൻ തുടങ്ങി. ഇനി സൈനികത എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളും പേടിയും സംശയമൊക്കെ എന്താണ് വല്ലാതെ ആയുധ ശേഖരങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനായിട്ട് തുടങ്ങി. രാഷ്ട്രങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കാനൊക്കെ തുടങ്ങി യുദ്ധത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥകളൊക്കെ എന്താണ് യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. പിന്നെയുള്ളത് പ്രതിസന്ധികളുടെ ഒരു പതിറ്റാണ്ടായിരുന്നു. പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഓരോ രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ ഭാഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അതിലൊന്നാമത്താണ് മൊറോക്കൻ പ്രതിസന്ധി. 1905 മൊറോക്കൻ പ്രതിസന്ധി. അപ്പോൾ ആഫ്രിക്കയിലെ മൊറോക്കോ എന്ന് പറയുന്ന ഒരു പ്രദേശം അത്
അതിന് വേണ്ടിയിട്ട് ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവാണ്. രണ്ടും രണ്ട് ഗ്രൂപ്പുകളാട്ടാ. ജർമ്മനിയും പ്രശ്നം ഉണ്ടാവാണ്. അപ്പം അത് ആദ്യം വന്ന് ഫ്രാൻസ് പിടിച്ചെടുത്തു. ഫ്രാൻസ് പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ജർമ്മനി അതിന് ഓട്ടോമാറ്റിക്കലി എന്താണ് അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, കലഹം ഉണ്ടാവാണ്. അപ്പോൾ 1986 സ്പെയിനിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു പ്രതിസന്ധിയിൽ വെച്ചിട്ട് ആ പ്രതിസന്ധി ഒഴിവാക്കാണ്. മൊറോക്കോൺ പ്രതിസന്ധി 1986 സ്പെയിനിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അത് ഒഴിവായി. ആർക്കാ വേണ്ട എന്നുള്ളൊരു തീരുമാനം അവിടെ ഉണ്ടാവാണ്. ഇനി അതിനുശേഷം 1911 രണ്ടാം മൊറോക്കോൺ പ്രതിസന്ധി ഉണ്ടാവാണ്. അത് മൊറോക്കണിലെ തുറമുഖമായ അഗഡിറിലേക്ക് ജർമ്മനി ഒരു പാന്തർ എന്ന് പറയുന്ന ഒരു പടക്കപ്പൽ അയക്കുകയാണ്. അപ്പം അതിനെതിരെ ബ്രിട്ടൻ വേറൊരു പടക്കപ്പൽ അയക്കുകയാണ്. അതോടുകൂടി എന്താണ് രണ്ടാം മൊറോക്കോൺ പ്രതിസന്ധി വീണ്ടും തുടങ്ങുകയാണ്. ആദ്യം ഒരെണ്ണുണ്ടായി, അത് തീർന്നു. പിന്നെ രണ്ടാമത് വരികയാണ്. ഇനി ഒന്നാം ബാൽക്കൺ യുദ്ധം ഉണ്ടാവാണ്. 1912 ഒന്നാം ബാൽക്കൺ യുദ്ധം ഉണ്ടാവാണ്. ബാൽക്കൺ രാജ്യങ്ങളായിട്ടുള്ള സെർബിയ, മോണ്ടിനെഗ്രോ, ബൾഗേറിയ, ഗ്രീസ് ഇവരൊക്കെ കൂടിച്ചുള്ള ബാൽക്കൺ ലീഗ്, ഇവരും തുർക്കിയും തമ്മിൽ യുദ്ധം ഉണ്ടാവുക. അതിനെയാണ് ബാൽക്കൺ യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു. 1912 ആ യുദ്ധം ഉണ്ടാവുന്നത്. ഇനി രണ്ടാം ബാൽക്കൺ യുദ്ധം 1913 രണ്ടാം ബാൽക്കൺ യുദ്ധം ഉണ്ടാവാണ്. ഈ രണ്ടാം ബാൽക്കൺ യുദ്ധത്തിൽ ഈ ബാൽക്കൺ രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുകയാണ്. ഈ നേരത്തെ തുർക്കിയായിട്ടായിരുന്നു, ഇപ്പം എന്താണ് അവർ തമ്മിൽ തന്നെ കലഹങ്ങൾ ഉണ്ടാവാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പുകച്ചിലുകൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഒരു യുദ്ധമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും തലസ്ഥാന നഗരിയിൽ വെച്ചിട്ട് വധിക്കപ്പെടുകയാണ്. അവർ രണ്ടുപേരും വധിക്കപ്പെടുകയാണ്. ഇനി ഇവരെ വധിച്ചതാണെങ്കിലോ അവരെ വധിച്ചത് ഒരു സെർബിയൻ തീവ്രവാദിയായിരുന്നു. ഈ സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ എന്താണ് അവർ രണ്ട് ഗ്രൂപ്പുകളാണ്. ഒരു സെർബിയ തീവ്രവാദി വന്നിട്ടാണ് ഒരു ഓസ്ട്രിയൻ കിരീടാവകാശി അല്ലെങ്കിൽ ഓസ്ട്രിയൻ രാജാവിനെയും ഭാര്യനെയും കൊല്ലുന്നത്. അപ്പോൾ അതെന്താണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായി. ഓസ്ട്രിയ സെർബിയയ്ക്ക് വാണിംഗ് കൊടുത്തു, നിങ്ങൾ എന്താ പറയുക സമയം പറയണ്ട, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളിതിന് ഉത്തരം പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ വാണിംഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് സെർബിയ അത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിരസിച്ചു. അപ്പോൾ എന്താണ് 1914 ജൂലൈ 28 എന്താണ് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയത്. പെട്ടെന്നുള്ള കാരണം, പല പല കാരണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനൊരു കാരണം കൂടെ വന്നപ്പോൾ എന്താണ് യുദ്ധമായിട്ട് അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടു. ആദ്യം യൂറോപ്പിലാണ് നിന്നത്, പതുക്കെ പതുക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യുദ്ധം വ്യാപിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്തൊക്കെയാണ് യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്ന് നമുക്ക് നോക്കണം. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ യുദ്ധത്തിൽ സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ് അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഒഴിച്ച് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ് ഒന്നും പങ്കെടുത്തിട്ടില്ല. ബാക്കി ഒരു വിധത്തിൽപ്പെട്ടവരൊക്കെ എന്താണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒരുമിച്ച് യുദ്ധത്തിന് ഇറങ്ങുക, അതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു യുദ്ധമായിരുന്നു. ദശലക്ഷക്കണക്കിന് സൈനികർ പങ്കെടുത്തിരുന്നു. അതിൽ 13 ദശലക്ഷത്തോളം സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 20 ദശലക്ഷം ആളുകൾക്ക് വികലാംഗരായവർ. സാമ്പത്തിക നാശനഷ്ടങ്ങൾ ഒരുപാടുണ്ടായി. ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ സാമ്പത്തിക കടക്കെണിയിലായി. ജനങ്ങളുടെ നികുതി ഭാരം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയുണ്ടായി. യൂറോപ്പിൻ്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കപ്പെട്ടു. പല രാജ്യങ്ങളും ജനാധിപത്യത്തിലേക്ക് വഴിമാറി. ഓസ്ട്രിയയും ഹംഗറിയും വെവ്വേറെ രാഷ്ട്രങ്ങളായിത്തീർന്നു. പല പുതിയ രാജ്യങ്ങളും നിലവിൽ വന്നു. യുദ്ധം മൂലം ഓസ്ട്രിയ ശിഥിലമായി. റഷ്യയിൽ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് നിലവിൽ വന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ലോകശക്തികളായി. ഏറ്റവും വലിയ മാറ്റമാണത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്താണ് രണ്ട് ലോക ശക്തികളായിട്ട് മാറി.
ഫാസിസ്റ്റ് ആശയങ്ങൾ വളർന്നു വന്ന് ഫ്യൂഡൽ പ്രഭുവർഗം എന്ന് പറയുന്ന ഉന്മൂലനാശനം സംഭവിച്ചു. ഇതൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് എഴുതാനായിട്ട് വലിയ മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇത് തൊട്ട് മുന്നേ പഠിച്ചതും ഇപ്പോൾ പഠിക്കണതൊക്കെ. ഇനി ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള സമാധാന ഉടമ്പടികൾ. അപ്പോൾ യുദ്ധം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നുള്ള വുഡ്രോ വിൽസൺ എന്താണ് ഒരുപാട് സമാധാന ഉടമ്പടികൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 1919 പാരീസിൽ സഖ്യശക്തികളുടെ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ എന്താണ് പാരീസ് ഉടമ്പടി, അല്ലെങ്കിൽ പാരീസിൽ വെച്ചിട്ട് 5 ഉടമ്പടികൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, ജർമ്മനിയുമായിട്ടുള്ള വേഴ്സായ് ഉടമ്പടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉടമ്പടികൾ ചിലപ്പോൾ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാം, അല്ലെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. വർഷമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സമാധാന ഉടമ്പടികളാണ്. അതിലൊന്നാമത്തത് വേഴ്സായ് ഉടമ്പടിയാണ്. 1919 ജൂൺ 28 ജർമ്മനി ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ജർമ്മനിയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ പോണ്ട് എന്ന പുതിയൊരു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. ഡാൻസിംഗ് തുറമുഖം സർവ്വരാഷ്ട്ര സമിതിയുടെ കീഴിൽ സ്വതന്ത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. ജർമ്മനിയുടെ കോളനികൾ സഖ്യശക്തികൾ പങ്കിട്ടെടുത്തു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിയുടെ പല പ്രദേശങ്ങളും ഫ്രാൻസിന് വിട്ടുകൊടുത്തു. ജർമ്മനിയുടെ സൈനിക ശക്തി 100,000 വെട്ടിക്കുറയ്ക്കുകയും നാവികസേനയെ പരിമിതപ്പെടുത്തുകയും ചെയ്തു. മുങ്ങിക്കപ്പൽ, പോർ വിമാനങ്ങൾ, വൻപീരങ്കികൾ, വിഷവാതകം എന്നിവ ഈ രാജ്യം ഉപയോഗിക്കാൻ പാടില്ലെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. യുദ്ധക്കുറ്റവും ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അതിനാൽ വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി ജർമ്മനി നൽകേണ്ടി വന്നു. വേഴ്സായ് ഉടമ്പടി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ റൈൻ നദിയുടെ തീരത്തുള്ള ജർമ്മൻ പ്രദേശം 15 വർഷത്തേക്ക് സഖ്യശക്തികളുടെ നിയന്ത്രണത്തിലാക്കാനും തീരുമാനിച്ചു. വേഴ്സായ് ഉടമ്പടി ജർമ്മനിയെ ശിക്ഷിക്കുകയും നിരായുധീകരിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഒന്നായിരുന്നു. യുദ്ധം എല്ലാവരും കൂടെ വരുത്തിവെച്ചതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? വേഴ്സായ് ഉടമ്പടി പ്രകാരം യുദ്ധത്തിൻ്റെ എല്ലാ കുറ്റങ്ങളും ആരുടെ തലയിലായി? ജർമ്മനിയുടെ തലയിലായി. ഉടമ്പടികളാണ് സെന്റ് ജർമ്മൻ ഉടമ്പടി. 1919 സെപ്റ്റംബറിൽ ഓസ്ട്രിയയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. ഇത് പ്രകാരം ഓസ്ട്രിയയും ഹംഗറിയും 2 സ്വതന്ത്ര രാഷ്ട്രങ്ങളായി വിഭജിച്ചു. ഓസ്ട്രിയയുടെ ചില പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ട് ചെക്കോസ്ലോവാക്യ എന്നൊരു പുതിയ രാജ്യമുണ്ടായി. നെക്സ്റ്റ് നെയി ഉടമ്പടി അല്ലെങ്കിൽ നെവിലി ഉടമ്പടി. 1919 നവംബറിൽ ബൾഗേറിയയുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഈ നെയ് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ബൾഗേറിയൻ പ്രദേശങ്ങൾ സഖ്യശക്തികൾ വിഭജിച്ചെടുത്തു. ട്രിയനോൺ ഉടമ്പടി അടുത്തത് 1920 ജൂണിൽ ഹംഗറിയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയാണ്. അങ്ങനെ ഇവരെന്താണ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലവിൽ വന്നു. ഹംഗറി ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലവിൽ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന ഉടമ്പടികൾ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള കാരണങ്ങൾ, വർഷം, അതിൻ്റെ ഫലങ്ങൾ, പ്രധാന ഉടമ്പടികൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുക. അടുത്ത് നോക്കാനുള്ളത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നോക്കുന്നതിനേക്കാൾ മുന്നേ റഷ്യയുടെ ആ ഒരു അവസ്ഥേനെ കുറിച്ച് നമുക്ക് നോക്കണം. അപ്പോൾ സാർ ചക്രവർത്തിമാരുടെ ഭരണമാണ് അന്ന് റഷ്യയിൽ നിലനിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സാറിസ്റ്റ് റഷ്യയിലെ രാഷ്ട്രീയ സംവിധാനം അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അതായത് സർ ചക്രവർത്തിമാർ ഇപ്പോൾ 1905 സർ നിക്കോളാസ് രണ്ടാമൻ ആണ് റഷ്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പൗരസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു. അതേപോലെ പത്രങ്ങളുടെ മേൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പ്രതിയോഗികളെ തന്നിഷ്ടം പോലെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുക, വിദ്യാഭ്യാസത്തെ നിയന്ത്രണ വിധേയമാക്കുക, മതസ്വാതന്ത്ര്യം പോലും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അന്നത്തെ ചക്രവർത്തിയായിരുന്ന സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അലക്സാൻഡ്ര ഫിയോഡോറോവ്ന
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഒരു കപട സന്യാസിയുടെ സ്വാധീന വലയത്തിലായിരുന്നു. പിന്നെ കഴിവുകെട്ട കുറേ ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ എന്താണ് അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നു ആ സമയത്ത് റഷ്യയിലുണ്ടായിരുന്നത്. അപ്പോൾ 1905 വിപ്ലവത്തിന് ശേഷം അവിടെ ധ്യൂമ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് അനുവദിച്ചു കൊടുത്തെങ്കിൽ കൂടി എന്താണ് അതിൻ്റെ അധികാരങ്ങൾ അവിടെ പരിമിതമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അന്ന് നിലനിന്നുകൊണ്ടിരുന്നത്. ഇനി കർഷകരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് റഷ്യയിൽ നിലനിന്നിരുന്നത്. ഏറ്റവും ടോപ്പിൽ പ്രഭുക്കന്മാർ, ഏറ്റവും ടോപ്പിൽ പുരോഹിതന്മാർ, അവരുടെ താഴെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ, പിന്നെ മധ്യവർഗം, പിന്നെ ഏറ്റവും താഴെയാണ് ഈ കർഷകരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കർഷകരിൽപ്പെട്ട കർഷകന്മാർ മുഴുവനും എന്താണ് ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് കടപ്പെട്ടവരായിരുന്നു. അവരുടെ കൃഷിയിടങ്ങളൊക്കെ പണി ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഭൂമിയൊക്കെ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് അവിടെ പോയിട്ട് ഇവർ പണി ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പണിയെടുക്കേണ്ട കടമുള്ളവരായതുകൊണ്ട് തന്നെ അവിടെ പണിയെടുക്കേണ്ടത് അവർക്ക് അത്യാവശ്യമായിരുന്നു. പക്ഷെ പണിയെടുക്കുക എന്നല്ലാണ്ട് കൂലിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് കഷ്ടപ്പാടും ദുരിതവും മറ്റുള്ള മുകൾ തട്ടിലുള്ളവരൊക്കെ എന്താണ് അവർ പണിയെടുക്കാതെ വളരെ സുഖലോലുപരായിട്ട്, പ്രത്യേകിച്ച് ഈ ചക്രവർത്തിയും ആളുടെ ഭാര്യയൊക്കെ എന്താണ് ഒരുപാട് ധൂർത്തും ഒക്കെ ആയിട്ട് സമ്പത്ത് ഇങ്ങനെ ചിലവാക്കി കളയായിരുന്നു. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളൊക്കെ എന്താണ് ഇവരോട് വളരെയധികം ഈ പറഞ്ഞ പോലെ എന്താ പറയുക അവരോടൊക്കെ പ്രതിഷേധം ഒക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, പ്രത്യേകിച്ച് ഈ കർഷകരൊക്കെ. അങ്ങനെ 1905 ഒരു വിപ്ലവം ഉണ്ടാവാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർഷകരും അതുപോലെ ഗ്രാമങ്ങളിലുള്ള ആൾക്കാരൊക്കെ കൂടി 1905 ജനുവരി 9 പെട്രോഗാഡ് നഗരത്തിലെത്തിയിട്ട് സാർ ചക്രവർത്തിക്ക് ഒരു നിവേദനം സമർപ്പിക്കാനായിട്ട് പെട്രോഗാഡ് നഗരത്തിലേക്ക് വരികയാണ്. ഫാദർ ജോർജ് ഗാപ്പൻ്റെ നേതൃത്വത്തിലാണ് അവർ വിൻ്റർ പാലസിലേക്ക് മാർച്ച് ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ വളരെ സമാധാനപരമായിട്ടുള്ള അവരുടെ ആ ഒരു വരവിനെ പട്ടാളക്കാരെന്ത് ചെയ്യാണ് വെടിവെക്കുകയാണ്. മാർച്ചിലേക്ക് പട്ടാളക്കാർ വെടിവെച്ചിട്ട് ധാരാളം തൊഴിലാളികൾ അവിടെ കൊല്ലപ്പെടുകയാണ്. ആ ജനുവരി 9 എന്ന് പറയുന്നത് ഒരു സൺഡേ ആയിരുന്നു. അതുകൊണ്ട് അതിനെ ബ്ലഡി സൺഡേ, ബ്ലഡുള്ള സൺഡേ, അതായത് ബ്ലഡി സൺഡേ, ഒരുപാട് രക്തം ചൊരിച്ചത് കൊണ്ട് തന്നെ എന്താണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുകയാണ്. അപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് ഒരുപാട് കലാപങ്ങൾ റഷ്യയിൽ ഉണ്ടാവാണ്. അങ്ങനെ ധ്യൂമ എന്ന പേരുള്ള ഒരു പാർലമെൻറ്റ് ഉണ്ടായെങ്കിൽ കൂടി എന്താണ് അതിൻ്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുകയാണ്. 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കം എന്നാണ് ലെനിൻ ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഇനി 1917 രണ്ട് വിപ്ലവങ്ങൾ ഉണ്ടാവണം, രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വിപ്ലവം ഉണ്ടാവുന്നത്. ഫെബ്രുവരിയിലും ഒക്ടോബറിലുമാണ് വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ റഷ്യ ആ സമയത്ത് എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യ പങ്കെടുക്കുന്നതിന് അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ യുദ്ധം എന്ന് പറയുന്നത് റഷ്യയിലെ ജനങ്ങൾക്ക് കൂടുതൽ പട്ടിണി, അതേപോലെ ഇവിടെയുള്ള പട്ടാളക്കാരൊക്കെ മരിച്ചു വീഴുക, അങ്ങനെയുള്ള അവസ്ഥകളാണ് കൊടുത്തിരുന്നത്, കഷ്ടപ്പാടുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ മാർച്ചിൽ 1917 മാർച്ച് 12 റഷ്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള പെട്രോഗാഡിലേക്ക് കുറച്ച് സ്ത്രീകൾ എന്ത് ചെയ്യാണ് റൊട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് വരികയാണ്. റൊട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ഫുഡ് അതാണ്, ബ്രെഡ്. റൊട്ടി വാങ്ങാൻ വന്നാൽ അവർ ക്യൂ നിൽക്കുകയാണ്, അത്രയും ഭക്ഷണത്തിന് കഷ്ടപ്പാട്. ക്യൂ നിൽക്കുമ്പോൾ ആ നീണ്ട ക്യൂവിൽ നിന്ന് അവരെന്താണ് ഞങ്ങൾക്ക് റൊട്ടി തരും അല്ലെങ്കിൽ ഭക്ഷണം വേണം. അപ്പോൾ ആ സമയത്ത് ഈ സർ നിക്കോളാസ് രണ്ടാമൻ്റെ ഭാര്യ പറയുന്നൊരു പ്രധാന വാചകമുണ്ട്, ഇവരെന്തിനാ റൊട്ടി കഴിക്കുന്നവർക്ക് കേക്ക് കഴിച്ചുകൂടെ, അങ്ങനെ ഒരു വാചകമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ഈ സ്ത്രീകൾ തെരുവീതിയിലേക്ക് ഇറങ്ങിയിട്ട് കലാപം അല്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുകയാണ്. പിന്നീട് എന്താണ് അവരുടെ കൂടെ ഒരുപാട് പേര് ചേരാണ്. ഇവരടിച്ചമർത്താൻ വന്നിട്ടുള്ള പട്ടാളക്കാർ വരെ എന്താണ് പതുക്കെ അവർക്കൊപ്പം നിന്ന് പാർലമെൻറ്റിനെതിരെ പ്രക്ഷോഭം നയിക്കുകയാണ്. ആ പ്രക്ഷോഭം നയിച്ച് ഒരു ഗത്യന്തരമില്ലാതെ സർ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരികയാണ്. 1917 മാർച്ച്
12-നാണ് ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും ഫെബ്രുവരി വിപ്ലവം എന്ന് പേരും മാർച്ചിലാണെന്നുള്ളത്. അന്താരാഷ്ട്ര കലണ്ടറിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ റഷ്യ എന്ന് പറയുന്നത് അതിൽ കൂടുതലാണ്. റഷ്യൻ കലണ്ടർ കുറവാണ്. അന്താരാഷ്ട്ര കലണ്ടറിനേക്കാളും റഷ്യൻ കലണ്ടർ ഒരു മാസം കുറവാണ്. അതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന കലാപം അവിടെ ഫെബ്രുവരി കലാപം അല്ലെങ്കിൽ ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. 1917 മാർച്ച് 12-നാണ് നടന്നത്. പക്ഷെ അപ്പോൾ ആ സമയത്ത് റഷ്യയിൽ ഫെബ്രുവരിയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ മാർച്ച് 15-ന് എന്താണ് ഒരു താൽക്കാലിക ഗവൺമെൻറ് റഷ്യയിൽ രൂപീകരിക്കപ്പെടാണ്. ജോർജ് ലീവോവിൻ്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കപ്പെടാണ്. പക്ഷെ ആ ഗവൺമെൻറ്റും എന്താണ് വൻ പരാജയമായിട്ട് വരികയാണ്. ഗവൺമെൻറ്റും എന്താണ് റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല. പതുക്കെ എന്താണ് അലക്സാണ്ടർ കെരൻസ്കി എന്താണ് ഈ ഭരണം കൈക്കലാക്കാണ്. അവരും ജനഹിതത്തിന് എതിരായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല. വീണ്ടും എന്താണ് വിപ്ലവം അവിടെ അരങ്ങേറുകയാണ്. പിന്നീടാണ് ബോൾഷെവിക്കുകൾ. ബോൾഷെവിക്കുകൾ മെൻഷെവിക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് 2 വിഭാഗങ്ങൾ റഷ്യയിൽ ഉണ്ടാവാണ്. അതായത് മൈനോറിറ്റി വിഭാഗം അല്ലെങ്കിൽ തന്നെ മെജോറിറ്റി ഉള്ള ആൾക്കാർ. മൈനോറിറ്റി വരുന്ന ആൾക്കാരാണ് എന്ത് മെൻഷെവിക്കുകൾ. കൂടുതലായിട്ട് വരുന്നത് ബോൾഷെവിക്കുകൾ. 2 വിഭാഗങ്ങൾ ഉണ്ടാവാണ്. അപ്പോൾ ഈ ബോൾഷെവിക്കുകൾ വരുമ്പോൾ എന്താണ് സംഭവിക്കണേന്നുള്ളതാണ്. ജർമ്മനിയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ബ്രിസ്റ്റ് ലിറ്റോവസ് ഉടമ്പടി പ്രകാരം നമ്മുടെ റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറാണ് ബോൾഷെവിക്കുകൾ വന്നതോടു കൂടിയിട്ട്. ഈ അലക്സാണ്ടർ കരൻസ്കിനെയൊക്കെ മാറ്റിയിട്ട് ബോൾഷെവിക്കുകൾ ഭരണം പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അവരെന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടില്ലെന്ന് നോക്കാം. ഇപ്പോൾ ലെനിൻ്റെ നേതൃത്വത്തിലാണ് കേട്ടോ ബോൾഷെവിക്കുകൾ ഭരണം പിടിച്ചെടുക്കുന്നത്. ലെനിൻ അറിയാലോ. സഭയുടെയും ജന്മിമാരുടെയും ഭൂമികൾ കണ്ടുകെട്ടുകയും അവ തൊഴിലാളികൾക്കും കർഷകർക്കും വിതരണം ചെയ്യുകയും ഉണ്ടായി. ബാങ്കുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, ഗതാഗതം, വാർത്താവിനിമയം ഒക്കെ ദേശസാൽക്കരിച്ചു. തൊഴിലാളികൾക്കും സ്ത്രീജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സിവിൽ പദവികളിൽ വർഗപരമായുള്ള വ്യത്യാസം നിർത്തലാക്കി. വില നിയന്ത്രണവും ഇൻഷുറൻസുകളും ആരംഭിച്ചു. ജനന മരണ വിവാഹ രജിസ്റ്ററുകൾ നിർബന്ധിതമാക്കി. സഭയെ രാഷ്ട്രത്തിൽ നിന്നും വേർപ്പെടുത്തി. ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിലൂടെ നിയമിച്ചു. സൈനികർക്കായി കമ്മിറ്റികൾ രൂപീകരിച്ചു. പഴയ കോടതികളുടെ സ്ഥാനത്ത് ജനകീയ ട്രിബ്യൂണലുകൾ സ്ഥാപിച്ചു. പിന്നെ ചെങ്കുപ്പായപ്പടയ്ക്ക് രൂപം കൊടുത്തു. പിന്നെ അതുകൂടാണ്ട് പഴയ അസംബ്ലി തുടരാൻ അനുവദിച്ചെങ്കിൽ കൂടി 1918 എന്താണ് സോവിയറ്റുകളുടെ കോൺഗ്രസ്സിന് രൂപം നൽകി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ അവരവിടെ കൊണ്ടുവന്നു. അപ്പോൾ മുൻകാലഘട്ടത്തിൽ എന്താണ് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രാജാവ് എന്ന് പറയുന്നത് ദൈവം പറയുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സഭയെ രാഷ്ട്രത്തിൽ നിന്ന് മാറ്റിയോട് കൂടി എന്താണ് ആൾക്കാർക്ക് കുറച്ച് ബോധം വയ്ക്കാനൊക്കെ തുടങ്ങി. മാറ്റിയോട് കൂടിയിട്ട് വേറൊരു രീതിയിലേക്ക് രാഷ്ട്രം മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ റഷ്യൻ വിപ്ലവം ഇന്ത്യയിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് കിസാൻ മസ്ദൂർ രാജ്. അങ്ങനെ ഒരു സംഘടന ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. പിന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത്. ഇതൊക്കെയാണ് റഷ്യയിലുണ്ടായിരുന്നൊരു സാഹചര്യം. ഇനി എങ്ങനെയാണ് റഷ്യൻ വിപ്ലവം വരുന്നതെന്നാണ് നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ റഷ്യയുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യൻ വിപ്ലവം അരങ്ങേറുന്നതും റഷ്യ എന്താണ് സ്വതന്ത്രമാവുന്നതും. അപ്പോൾ നമ്മളിനി റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നോക്കുകയാണ്. അപ്പോൾ റഷ്യയുടെ അവസ്ഥയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ 1917 റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ വേറൊരു പേരാണ് ബോൾഷെവിക് വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അതും കൂടെ നടക്കുന്നത്. അപ്പോൾ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാണ് ഒന്നാമത്തത്. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. അതുകൂടാതെ തന്നെയാണ് അതൊരു വലിയ കർഷക രാജ്യം കൂടിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഭരണാധികാരികൾ മുഴുവനും സ്വേച്ഛാധിപതികളായിരുന്നു.
അവർ ദൈവാധികാരത്തിൽ, അതായത് ദൈവം തന്ന പദവിയാണ്, രാജാവിൻ്റെ പദവി എന്ന് പറയുന്നത് ദൈവം നേരിട്ട് കൊടുത്താണ്. അതുകൊണ്ട് രാജാവ് പറയുന്നതൊക്കെ അനുസരിക്കുക എന്നുള്ളത് ദൈവം പറയുന്നത് പോലെയാണെന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവിടുത്തെ ആ സമയത്തുണ്ടായിരുന്ന സാർ നിക്കോളാസ് രണ്ടാമനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ ദൂർത്തും ഒക്കെ ആയിട്ട് കൊണ്ട് നടന്നവരാണ്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ കഴിവുകെട്ടവരും ഒക്കെ ആയിരുന്നു. ഇവർ റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഒരു കപട സന്യാസിയുടെ സ്വാധീന വലയത്തിലായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരാൾക്ക് അഴിമതി നിറഞ്ഞൊരു രാഷ്ട്രീയ അവസ്ഥയായിരുന്നു റഷ്യയിൽ ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹിക കാരണങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ റഷ്യ എന്ന് പറയുന്നത് ഒരു വലിയ കർഷക രാജ്യമാണ്. പക്ഷേ അവിടുത്തെ സിംഹഭാഗവും കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ആയിരുന്നു. ഈ ഒരു സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ ഈ പ്രഭുക്കന്മാർക്ക് വേണ്ടി ഇങ്ങനെ പട്ടിപ്പണി എടുത്ത് കഷ്ടപ്പെടുന്ന കർഷകർക്ക് അവരുടെ ഒരു ജീവിതസ്ഥിതിയിൽ വളരെയധികം അമർഷമുണ്ടായിരുന്നു. അപ്പം അവർക്ക് ആ ഒരു അമർഷം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് പൊട്ടി ഒഴുകും എന്നുള്ള നിലയിലാണ് അവരവിടെ നിലനിന്നിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, തൊഴിലാളികളുടെ അവസ്ഥയും, കർഷകരെ മാത്രമല്ല തൊഴിലാളികളുടെ അവസ്ഥയും യാതൊരു തരത്തിലും മാറ്റേണ്ടായിരുന്നില്ല. പിന്നെയാണ് ദൈക്ഷണിക കാരണങ്ങൾ. അതുകൂടാതെ റഷ്യൻ ചിന്തകന്മാരും ഇതിനെതിരെ, അല്ലെങ്കിൽ ഈ ഒരു ഭരണം ശരിയല്ലെന്നും ഇവിടുത്തെ അഴിമതികളെക്കുറിച്ചും ഒക്കെ അവരുടെ വാക്കുകളിൽ കൂടിയൊക്കെ പറയുമ്പോൾ എന്താണ്, ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാലാമത്തെ കാരണങ്ങളാണ് റഷ്യൻ ഗ്രൂപ്പുകളുടെ പങ്ക്. പ്രധാനമായിട്ട് 3 ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത്: സോഷ്യൽ റവല്യൂഷണറീസ്, ലിബറൻസ്, അതുപോലെ തന്നെ എക്കണോമിസ്റ്റ്. പിന്നീട് 1998 ശേഷം പല കാരണങ്ങൾ കൊണ്ട് ഇവരെല്ലാം കൂടിയിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിക്ക് രൂപം നൽകി. ഈ 3 ഗ്രൂപ്പുകൾ കൂടിയിട്ട് 1998 സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിക്ക് രൂപം കൊടുത്തു. പിന്നീട് പല അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഇത് 2 ഭാഗങ്ങളായിട്ട് തിരിഞ്ഞു. ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകളും അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ മെൻഷെവിക്കുകൾ എന്ന് പറയുന്ന 2 ഭാഗങ്ങളായിട്ട് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി 2 ഭാഗങ്ങളായിട്ട് മാറി. ഇനി അടുത്തൊരു കാരണം എന്ന് പറയുന്നത് 1905 വിപ്ലവമാണ്. നമ്മൾ പറഞ്ഞു ബ്ലഡി സൺഡേ, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് കർഷകരും തൊഴിലാളികളൊക്കെ കൂടി സാർ നിക്കോളാസിന് നിവേദനം കൊടുക്കാൻ വേണ്ടി വിന്റർ പാലസിലേക്ക് ഫാദർ ജോർജ് കാപ്പൻ്റെ നേതൃത്വത്തിൽ സമാധാനപരമായി മാർച്ച് ചെയ്ത് വരുമ്പോൾ പട്ടാളക്കാർ വെടിയുതിർക്കുകയും ഒരുപാട് പേര് രക്തച്ചൊരിച്ചിൽ മരിക്കുകയും, അങ്ങനെ ആ രക്തച്ചൊരിച്ചിലുകൾ വന്നതുകൊണ്ട് അതിനെന്ത് പറയും, രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് എന്താണ്, റഷ്യൻ വിപ്ലവത്തിനൊരു കാരണമാണ്. ഇനി ഇതൊക്കെ ആണെങ്കിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, 1-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടത് ഒരുപാട് സാമ്രാജ്യത്വ മോഹങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് റഷ്യ പങ്കെടുത്തത്. ഭരണാധികാരികൾ അങ്ങനെയാണ്. പക്ഷെ റഷ്യൻ ജനങ്ങൾക്ക് ഒരിക്കലും റഷ്യ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഭരണകൂടത്തിന് ഉള്ളൊരു ഇതിൽ സാമ്രാജ്യത്വ മോഹങ്ങൾ, ഒരുപാട് രാജ്യങ്ങളെ പിടിച്ചെടുക്കാം, അങ്ങനെയുള്ള സാമ്രാജ്യത്വ മോഹങ്ങൾ കൊണ്ടാണ് അവർ പങ്കെടുത്തത്. പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ എന്താണ്, രാജ്യം കൂടുതൽ പട്ടിണിയിലേക്ക് പോവുകയാണ്. അപ്പോഴും എന്താണ്, ഈ ചക്രവർത്തിമാരുടെ ധൂർത്തിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്കാണെങ്കിൽ ആയുധം, ഭക്ഷണങ്ങളൊന്നും ഇല്ലാണ്ട് ഇവരിങ്ങനെ കഷ്ടപ്പാടൊക്കെ ആയിട്ട് വന്നു. അത് അങ്ങനെ എന്താണ്, ആ പെട്രോഗാഡിൽ ആ സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി ക്യൂ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ഫെബ്രുവരി വിപ്ലവം, പിന്നെ ഒക്ടോബർ വിപ്ലവം, അങ്ങനെയുള്ള വിപ്ലവങ്ങൾ അതൊക്കെ കൂടെ എന്താണ്, റഷ്യൻ വിപ്ലവം നടക്കുകയാണ്. അങ്ങനെ 1917 ബോൾഷെവിക്കുകളും കൂടെ ഭരണത്തിൽ വന്നിട്ട് റഷ്യ റിപ്പബ്ലിക് ആവാണ്. അപ്പോൾ ഇതാണ് റഷ്യൻ വിപ്ലവം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ 2 കാര്യമാണ്. ഒന്ന് 1-ാം ലോക മഹായുദ്ധം, റഷ്യൻ വിപ്ലവം. ഇതിൽ ഓരോ ഇൻസിഡൻറ്റും ഓരോ കാര്യങ്ങളും വർഷമടക്കം എന്താണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നന്നായിട്ട് നോക്കുക. താങ്ക് യു.